കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിൽ ആശുപത്രി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മെഡിക്കൽ എത്തിക്സ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഈ കണ്ടെത്തൽ. സങ്കീർണമായ ശസ്ത്രക്രിയ നടത്താൻ കോസ്മെറ്റിക് ക്ലിനിക്കിൽ സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു ദുരനുഭവം നേരിട്ട യുവതിക്കൊപ്പം രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും സ്വാഭാവികമായിട്ട് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴും ഇതിന്റെ ദുരന്തം അനുഭവിച്ചവർ ഇതിൽ നിൽക്കുകയാണ്. ഇനി അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല ഇത്. ഈ ആശുപത്രികൾ, ഇത്തരം വ്യാജമായ ചികിത്സകൾ നടത്തുന്ന ആശുപത്രികളെല്ലാം തന്നെ കൂണുപോലെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള പ്രതികരണം? അങ്ങനെ തന്നെയാണ്. അതായത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും നീതി എവിടെയെന്നാണ് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നീതുവിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നു, അതിലെല്ലാം വീഴ്ച കണ്ടെത്തിയെന്ന തരത്തിലാണ്, ആശുപത്രി വീഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. നടപടിയിലേക്ക് കാര്യം കടക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ബിബിലാഷ് എന്ന് പറഞ്ഞ ഡോക്ടർ നേരത്തെ തന്നെ നമുക്കൊരു സൂചന തന്നിരുന്നു. ഇത് 100 പേരൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 പേരൊക്കെ ഇങ്ങനെ സംഭവിക്കും. അത് പിഴവായിട്ട് നിങ്ങളെ കൊണ്ട് തെളിയിപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കണക്കാണല്ലോ പറയുന്നത്. ഞങ്ങളെ കുട്ടി അവിടെ ഇദ്ദേഹത്തിൻ്റെ പരസ്യത്തിലുള്ളത് 5 ഡോക്ടർമാരിൽ ഒരാളാണ് ബിബിലാഷ്. ഇദ്ദേഹത്തിനെ കണ്ടാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട് ഇദ്ദേഹം അവിടെ ഇല്ലെന്ന്. അത് ശസ്ത്രക്രിയ നടത്തിയത് ആ ഡോക്ടറല്ല, നമ്മൾ തിരഞ്ഞുപോയ ഡോക്ടറല്ല ശസ്ത്രക്രിയ നടത്തിയത്. അല്ല, ഇദ്ദേഹമല്ല. ഇദ്ദേഹം 5 ഇന്ത്യയിലെ 5 അറിയപ്പെടുന്ന ഡോക്ടറിൽ ഒരാളാണ്. അപ്പോൾ അതുമാത്രമല്ല, ഞങ്ങളെ കുട്ടി അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ആണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ അനന്തപുരി കൊണ്ട് കൊടുക്കുമ്പോൾ 40 ആയിരുന്നു BP. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തലേ ദിവസം വിളിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് 9 വിരലുകൾ നഷ്ടപ്പെട്ടു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ ഈ കഴക്കൂട്ടം കോസ്മെറ്റിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ പിന്നീട് വിളിച്ചിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം? ഇല്ല, അവർ വിളിച്ചിട്ടില്ല. ഇല്ല, പരാതി നൽകിയതിനു ശേഷം വിളിച്ചില്ല. നേരത്തെ പോലീസിൽ പരാതി നൽകുമ്പോൾ വിളിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സൂചന നമുക്ക് തന്നു. നമുക്ക് നീതി കിട്ടാത്തൊരു സൂചന അവർ തന്നിരുന്നു. കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പണം അടയ്ക്കാൻ പറഞ്ഞു. അവരെ തെറ്റാണല്ലോ. പുള്ളി പറഞ്ഞു പണം അടയ്ക്കാം, പാളിച്ച ഉണ്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ അടയ്ക്കാം. പക്ഷേ ഞങ്ങൾ കേസുകൾ പിൻവലിക്കണം, നമ്മൾ എഴുതി കൊടുക്കണം. അവരെ ഡൽഹിയിലുള്ള അഡ്വക്കേറ്റ് വരുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായും കേസ് കൊടുക്കുകയും നിയമ പോരാട്ടമൊക്കെ നടക്കുമ്പോഴും ഇതിനിരയായവരുടെ അവസ്ഥ ആണ് അതിദയനീയമായി തുടരുന്നത്. 9 വിരലുകൾ മുറിച്ചിട്ടാണ്